ഹായ്, എൻ്റെ പേര് അമ്പിളി. ഞാൻ എടുക്കുന്നത് ഇൻകം ടാക്സ് ലോ ആൻഡ് പ്രാക്ടീസാണ്. അപ്പം ഞാൻ കുറച്ച് പിക്ചേഴ്സ് കാണിക്കാം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ചിത്രങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പം ഈ ചിത്രങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇത് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് വെൽഫെയർ ആക്ടിവിറ്റീസ് അഥവാ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളാണല്ലേ. എന്തൊക്കെയാ? റോഡ്, ബ്രിഡ്ജ് പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, പിന്നെ സ്കൂൾസ്, ഹോസ്പിറ്റൽ, ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലേ. ഇത് മാത്രമാണോ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നത്? അല്ല. ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് കുറേയേറെ പ്രവർത്തനങ്ങൾ അല്ലാതെ ചെയ്യുന്നുണ്ട്. നമ്മളുടെ മിലിറ്ററി ഫണ്ട് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മൾ ഡിഫൻസ് മേഖലയിൽ കൊടുക്കുക. അതുമാത്രമാണോ? അല്ല. നമ്മുടെ രാജ്യത്ത് റിച്ച് ആൻഡ് പുവർ എന്നുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. അപ്പം ഇതിനൊക്കെ എന്ത് വേണം? ഗവൺമെൻറ്റിന് ഫണ്ട് അല്ലെങ്കിൽ മണി വേണം അല്ലേ. അപ്പം അത് എവിടെ നിന്നായിരിക്കും ഗവൺമെൻറ്റിന് കിട്ടുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? ജനങ്ങളിൽ നിന്നല്ലേ. അപ്പം ജനങ്ങളിൽ നിന്ന് ഗവൺമെൻറ് എങ്ങനെയാണ് ആ പൈസ എടുക്കുന്നത്? അറിയാവോ? യെസ്, ടാക്സ് വഴി. എന്താണ്? ടാക്സ് അഥവാ നികുതി വഴിയാണ് ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? പണം കണ്ടെത്തുന്നത്. നികുതി പിരിക്കുക എന്നുള്ള ഒരു പ്രവർത്തനം വഴി. അപ്പോൾ എന്തായിരിക്കും നികുതി അഥവാ ടാക്സ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ to state revenue levied by the government on workers' income and business profits or added to the cost of some goods, services and transaction. എന്താണ്? ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ. എന്താണ്? ഒരു നിർബന്ധിതമായ ഒരു കോൺട്രിബ്യൂഷനാണ് ടു സ്റ്റേറ്റ് റവന്യൂ. സെൻട്രലും സ്റ്റേറ്റും ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിലേക്കുള്ള നിർബന്ധിതമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് ടാക്സ്. ലെവിഡ് ബൈ ദ ഗവൺമെൻറ്. ആരാണ് ടാക്സ് ചുമത്തുന്നത്? ഗവൺമെൻറ്റാണ് ടാക്സ് ചുമത്തുന്നത്. ഇനി എന്തിൻ്റെ മേലാണ് ചുമത്തുന്നത്? ഓൺ വർക്കേഴ്സ് ഇൻകം. വർക്കേഴ്സിൻ്റെ ഇൻകത്തിൻ്റെ മുകളിൽ അഥവാ വരുമാനത്തിൻ്റെ മുകളിൽ. ആൻഡ് ബിസിനസ് പ്രോഫിറ്റ്സ്. ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൻ്റെ മുകളിലോ. ഓ ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് സം ഗുഡ്സ്. ഏതെങ്കിലും സാധനത്തിൻ്റെ കോസ്റ്റിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ഗുഡ്സിൻ്റെ മാത്രമാണോ? അല്ല. സർവീസസ്. സേവനങ്ങളുടെ മുകളിൽ. അതുപോലെ തന്നെ ആൻഡ് ട്രാൻസാക്ഷൻസ്. ചില ട്രാൻസാക്ഷൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യും? ടാക്സ് ചുമത്തുന്നു. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാക്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം. ടാക്സ് ഈസ് എ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് റവന്യൂ ലെവിഡ് ബൈ ദ ഗവൺമെൻറ് ഓൺ വർക്കേഴ്സ് ഇൻകം ആൻഡ് ബിസിനസ് പ്രോഫിറ്റ്സ് ഓർ ആഡഡ് ടു ദ കോസ്റ്റ് ഓഫ് സം ഗുഡ്സ്, സർവീസസ് ആൻഡ് ട്രാൻസാക്ഷൻസ്. വർക്കേഴ്സിൻ്റെ വരുമാനത്തിൻ്റെ കൂടെയും ബിസിനസ്സിൽ നിന്നുണ്ടാകുന്ന ലാഭത്തിൻ്റെ കൂടെയും ഏതെങ്കിലും സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ട്രാൻസാക്ഷൻ്റെയോ കൂടെയോ ചുമത്തുന്ന ഒന്നാണ് ടാക്സ് എന്ന് പറയാം. അത് ചുമത്തുന്നത് ഗവൺമെൻറ്റാണ്. അതൊരു നിർബന്ധിതമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ്. എന്തിലേക്ക്? ഗവൺമെൻറ്റിൻ്റെ റവന്യൂവിലേക്ക്. ഇത്രയാണ് ടാക്സ് എന്ന് പറഞ്ഞാൽ. ഈ ടാക്സ് 2 തരമുണ്ട്. എന്താണെന്നറിയാവോ? ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. മലയാളത്തിൽ അതിനെ പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും പറയും. എന്തുകൊണ്ടായിരിക്കാം അത് ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും പറഞ്ഞത്? ആദ്യം നമുക്ക് ഡയറക്റ്റ് ടാക്സ് എടുത്ത് നോക്കാം. ഓക്കെ. ഡയറക്റ്റ് ടാക്സ് അതിൻ്റെ പേര് പോലെ തന്നെ എന്തായിരിക്കും? ഡയറക്റ്റായിട്ട് നമ്മളെവിടെയോ പേ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻഡയറക്റ്റ് ടാക്സ് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ആയിട്ട്
പരോക്ഷമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഗവൺമെൻറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, പേ ചെയ്യും അല്ലേ. അപ്പം നമുക്ക് നോക്കാം ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും എന്താണെന്ന്. ആദ്യം നമുക്ക് ഡയറക്റ്റ് ടാക്സ് എന്താണെന്ന് നോക്കാം. ഡയറക്റ്റ് ടാക്സ് ഈസ് ലെവിഡ് ഓൺ ദ ഇൻകം ഓർ പ്രോഫിറ്റ്സ് ഓഫ് ദ പേഴ്സൺ ഹു പേസ് ഇറ്റ്. ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ, വരുമാനത്തിൻ്റെ മുകളിലോ അല്ലെങ്കിൽ പ്രോഫിറ്റ്സ്, ലാഭത്തിൻ്റെ മുകളിലോ ചുമത്തുന്ന ടാക്സാണെന്ത്, ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഈ വ്യക്തി എന്നെയും നിങ്ങളെയും പോലെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല കേട്ടോ. മാത്രവുമല്ല ഫേം, കമ്പനി, ഇതൊക്കെ ടാക്സിൻ്റെ കേസിൽ എന്താ, വ്യക്തികളാണ് കേട്ടോ. നമുക്ക് കുറച്ചങ്ങോട്ടേക്ക് പഠിക്കാം. അപ്പം ഡയറക്റ്റ് ടാക്സ് കണ്ടു കഴിഞ്ഞ് ഇനി ഇൻഡയറക്റ്റ് ടാക്സ് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ലെവിഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ് റാദർ ദാൻ ഇൻകം ഓർ പ്രോഫിറ്റ്സ്. എന്താണ് ഇൻഡയറക്റ്റ് ടാക്സ്? സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മുകളിൽ ചുമത്തുന്ന ടാക്സ് അഥവാ നികുതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് നേരിട്ട് എന്ത് ചെയ്യുന്നു, പേ ചെയ്യുന്ന ഒരു ടാക്സാണ്. പക്ഷേ ഇൻഡയറക്റ്റ് ടാക്സോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്റ്റ് ടാക്സ് പേ ചെയ്യുന്നത്. മറിച്ച് എന്താ, നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് ഇൻഡയറക്റ്റ് ടാക്സ് അടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സിന് കുറച്ച് എക്സാമ്പിൾ പറയാൻ പറ്റുമോ? യെസ്. ഇൻഡയറക്റ്റ് ടാക്സ് 2017 ജൂലൈക്ക് മുന്നേ കുറേ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മളെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഓക്കെ. അതിനുശേഷം എന്താ, ഒരു വൺ കൺട്രി വൺ ടാക്സ് എന്നുള്ളൊരു കൺസെപ്റ്റോടെ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ഇന്ത്യയിൽ നടപ്പിലാക്കുകയുണ്ടായി. എന്താണെന്നറിയോ? യെസ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ചരക്ക് സേവന നികുതി. അത് വന്നതോടെ കുറേ ടാക്സസ് എന്ത് ചെയ്തു, ഇൻഡയറക്റ്റ് ടാക്സസ് ഈ GSTയിൽ ഇൻക്ലൂഡായി. പക്ഷേ GSTയുടെ പരിധിയിൽ വരാത്ത കുറച്ച് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട് കേട്ടോ. അതും കൂടി മനസ്സിൽ വെക്കുക. അപ്പം ഇൻഡയറക്റ്റ് ടാക്സിനൊരു എക്സാമ്പിൾ എന്താണ്? GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇനി നമുക്ക് ഡയറക്റ്റ് ടാക്സ്, അതിന് എക്സാമ്പിൾ നോക്കാം. ഡയറക്റ്റ് ടാക്സിൻ്റെ എക്സാമ്പിൾസാണ് വെൽത്ത് ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ്, പിന്നെന്താ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇതൊക്കെ ഡയറക്റ്റ് ടാക്സിന് എക്സാമ്പിളാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് ടാക്സാണ് ഏത്? ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ഇൻകം ടാക്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇൻകം ടാക്സ് ഈസ് എ ഡയറക്റ്റ് ടാക്സ്, അത് ഓർമ്മയിൽ വെക്കുക. ഈ ഇൻകം ടാക്സ് എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് ഡയറക്റ്റ് ടാക്സ് ആണ് കേട്ടോ. അതായത് ഇതെന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സോഴ്സ് ഓഫ് റവന്യൂ ആണ്. ഓക്കെ. ഇൻകം ടാക്സ് 2 ടേമാണല്ലേ? എന്തൊക്കെയാണൊന്ന്? ഇൻകവും ടാക്സും. അപ്പം നമുക്ക് ഇൻകം എന്താണെന്ന് സിമ്പിളായിട്ട് നോക്കാം. ഇൻകം ഈസ് നത്തിങ് ബട്ട് വൺസ് ഏർണിംഗ് റിസീവ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. എന്താണ്? ഒരാളുടെ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ അയാൾ റിസീവ് ചെയ്തിട്ടുള്ള അയാളുടെ ഏർണിങ്സ് ആണെന്ത്? ഇൻകം എന്ന് പറയുന്നത്. ഇൻകം എന്തുമാകാം, എന്താകാം. ഒരാൾക്ക് ബിസിനസ് എടുത്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സിന് നമ്മൾ എന്ത് പറയാം? ഇൻകം എന്ന് പറയാം. ഇനിയിപ്പം ഒരു എംപ്ലോയിഡ് അയാൾക്കാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന സാലറി എന്ത് ചെയ്യാം? നമുക്ക് ഇൻകം എന്ന് പറയാം. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിൽ ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സും എന്ത് പറയാം? നമുക്ക് ഇൻകം ആണെന്ന് പറയാം. അപ്പോൾ ഇൻകത്തിൻ്റെ അടിയിൽ കുറേയേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ പഠിക്കാം. ഓക്കെ. അപ്പം ഇൻകം എന്ന് പറയുന്നത് എന്താ? നത്തിങ് ബട്ട് വൺസ് ഏർണിംഗ് റിസീവ്ഡ് ഡ്യൂറിങ് ദ പീരീഡ്. നികുതി അതായത് ടാക്സ് എന്താണെന്ന് നമുക്ക് പറയാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ കമ്പൽസറി കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് റവന്യൂ ലെവിഡ് ബൈ ദ ഗവൺമെൻറ്. നമുക്കെന്താ സിമ്പിളായിട്ട് ടാക്സ് എന്ന് പറയാം. അപ്പം ഇൻകം ടാക്സ് എന്തായിരിക്കും? ഇൻകം ടാക്സ് ഈസ് എ ആനുവൽ ടാക്സ് ഓൺ ഇൻകം. ഇൻകത്തിൻ്റെ മുകളിലുള്ള ആനുവൽ ടാക്സ് ആണെന്ത്? ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. സിംപ്ലി വി ക്യാൻ സേ
income tax in India is a direct tax on the income or earnings in a financial year. ഒരു പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിൽ ഒരാൾക്ക് കിട്ടിയിട്ടുള്ള വരുമാനം അല്ലെങ്കിൽ ഏർണിങ്സിൻ്റെ മുകളിൽ ചുമത്തുന്ന പ്രത്യക്ഷ നികുതിയാണെന്ത് ഇൻകം ടാക്സ് അഥവാ വരുമാന നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഇൻകം ടാക്സ് എങ്ങനെയാണ് നിലവിൽ വന്നതെന്ന്, അല്ലെങ്കിൽ ഇൻകം ടാക്സിനുള്ള കൺസെപ്റ്റ് ഇന്ത്യയിൽ എങ്ങനെയാണ് വന്നതെന്ന് ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? നമുക്കതിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കിയാലോ. ദാറ്റ് ഈസ് ഹിസ്റ്ററി ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ. In India, income tax was introduced for the first time in 1860 by Sir James Wilson in order to meet the loss sustained by government on account of military mutiny in 1857. 1857 മിലിറ്ററി മ്യൂട്ടനിയുടെ നഷ്ടങ്ങൾ സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സർ ജെയിംസ് വിൽസൺ 1860 ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ടാക്സാണെന്ത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അതിനുശേഷം കുറേ കാലക്രമേണ കുറേ അമെൻമെൻറ്റ്സും അതുപോലെ തന്നെ പരിഷ്കാരങ്ങളും ഒക്കെ ഇതിൽ വന്നു, ഇൻകം ടാക്സിൽ വന്നു. 1961 ഇൻകം ടാക്സ് ആക്ട് പാസ്സായി. ഇൻ കൺസൾട്ടേഷൻ വിത്ത് മിനിസ്ട്രി ഓഫ് ലോ, ഇൻകം ടാക്സ് ആക്ട് 1961 വാസ് പാസ്ഡ്. അത് നിലവിൽ വന്നത്, ദാറ്റ് മീൻസ് IT Act 1961 has been brought into force with April 1962. അതായത് 1961 എന്ത് ചെയ്തു, ഗവൺമെൻറ് ഇൻകം ടാക്സ് ആക്ട് പാസ്സാക്കി. 1962 അത് നടപ്പിലാക്കാൻ തുടങ്ങി. 1962 മുതൽ അത് നടപ്പിലാക്കാൻ തുടങ്ങി. ഇത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഴുവനും ഹോൾ ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആണ് ഈ ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്നത്. ഈ ഇൻകം ടാക്സ് ആക്ട് 1961 ത്രൂ ഔട്ട് വേണ്ട കാര്യമാണ്. അപ്പം എല്ലാവരും അത് ഓർത്ത് വെക്കുക. ഇൻകം ടാക്സ് ആക്ട് 1961 അതാണ് നമ്മുടെ ബേസ് ആയിട്ടുള്ള ഇൻകം ടാക്സ് ലോയിൽ, ലോ ആൻഡ് പ്രാക്ടീസിൽ ബേസ് ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത് ഈ ഇൻകം ടാക്സ് ആക്ട് 1961 ആണ്. ഈ ഇൻകം ടാക്സ് ലോയിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണെന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഡു യു നോ അബൌട്ട് വാട്ട് ആർ ദ കോമ്പണൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഇൻകം ടാക്സ് ലോ? നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വൺ, ഇൻകം ടാക്സ് ആക്ട്. നെക്സ്റ്റ്, ഇൻകം ടാക്സ് റൂൾസ്. ദെൻ ഫിനാൻസ് ആക്ട്, സർക്കുലേഴ്സ്, notification issued by Central Board of Direct Taxes CBDT, and last, legal decisions of court. ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ആക്ട് ഉണ്ടാവും അല്ലേ, ഇൻകം ടാക്സ് ആക്ട്സ് ഉണ്ടാകും. അതുപോലെ തന്നെ ഇൻകം ടാക്സ് അങ്ങനെ നമുക്ക് തോന്നിയ പോലെ ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിന് കുറച്ച് റൂൾസൊക്കെ ഉണ്ട് ഇൻകം ടാക്സിന്. അപ്പം അതിൻ്റെ റൂൾസ്, ഫിനാൻസ് ആക്ട്, അതായത് നമ്മൾ ബഡ്ജറ്റിൽ പാർലമെൻറ്റിൽ ഫിനാൻസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യല്ലേ ഓരോ ഇയറിലും. അപ്പം അതിൽ വരുന്ന കാര്യങ്ങൾ, ഫിനാൻസ് ആക്ടിൻ്റെ ഇതിൽ വരുന്ന കാര്യങ്ങൾ, അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻകം ടാക്സിൻ്റെ ഇപ്പം 10%, 20% നമുക്കൊരു റേറ്റ് ഇല്ലേ, അതൊക്കെ തീരുമാനിക്കുന്നത് ഫിനാൻസ് ആക്റ്റിൽ വന്നിട്ടാണ് വരുന്നത്. പിന്നെന്താ പറഞ്ഞത്, സർക്കുലേഴ്സ്, നോട്ടിഫിക്കേഷൻ ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ്. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് എന്നുള്ളത് ഇൻകം ടാക്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതോറിറ്റിയാണ്, ഒരു ബോർഡാണ്. ആ ബോർഡ് ഇഷ്യൂ ചെയ്യുന്ന സർക്കുലേഴ്സും നോട്ടിഫിക്കേഷനും ഒക്കെ എന്ത് പരിധിയിൽ വരും, ഇൻകം ടാക്സ് ലോൻ്റെ പരിധിയിൽ വരും. പിന്നെന്താ, ലീഗൽ ഡിസിഷൻ ഓഫ് കോർട്ട്, കോടതിയുടെ ഭാഗത്തു നിന്ന്, നിയമവ്യവസ്ഥയുടെ ഭാഗത്തു നിന്ന് വരുന്ന നിയമപരമായിട്ടുള്ള ഡിസിഷൻസ്, നിയമപരമായിട്ടുള്ള തീരുമാനങ്ങൾ, വിധികൾ, അതൊക്കെ വരും. ഇതിലേത് പരിധിയിലും സുപ്രീം കോടതിയും വരും, പിന്നെന്താ ഹൈക്കോടതിയും ഒക്കെ വരും. അവരൊക്കെ എടുക്കുന്ന നിയമപരമായിട്ടുള്ള തീരുമാനങ്ങളും എന്തിനുള്ളിൽ വരും, ഈ ഇൻകം ടാക്സ് ലോയുടെ ഉള്ളിൽ വരും.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഇൻകം ടാക്സ് ലോയുടെ കോമ്പണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയം വന്നിട്ടുണ്ടാവും അല്ലേ, എല്ലാവരും ഇൻകം ടാക്സ് കൊടുക്കണമെന്ന്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ അച്ഛനും അമ്മയും ഇൻകം ടാക്സ് കൊടുക്കുന്നില്ലല്ലോ, അവരെന്താ സിറ്റിസൺസ് അല്ലേ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അപ്പുറത്തുള്ള ആൾ ഇൻകം ടാക്സ് കൊടുക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സ് ഇൻകം ടാക്സ് കൊടുക്കുന്നുണ്ടോ, അതൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവല്ലേ. അപ്പം ആരൊക്കെയായിരിക്കും ഈ ഇൻകം ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ലയബിളായ ആൾക്കാർ? ഹൂ ഈസ് ലയബിൾ ടു പേ ഇൻകം ടാക്സ്? എവറി പേഴ്സൺ ഹൂസ് taxable income for the previous financial year exceeds the minimum taxable limit is liable to pay to the central government income tax during the current financial year on the income of the previous financial year at the rate in force during the current financial year. എല്ലാ ആൾക്കാരും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഡയറക്റ്റ് ടാക്സ് നമ്മളെല്ലാവരും കൊടുക്കുന്നുണ്ടല്ലേ. പക്ഷേ ഡയറക്റ്റ് ടാക്സ് എന്നുള്ളത് അതിൻ്റെ പരിധിയിൽ വരുന്ന ആൾക്കാർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പരിധി എന്ന് പറയുന്നത് നോക്കാം. ഈ ഇൻകം എന്നത് പലതരത്തിലുണ്ടാവും. സാലറിയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഉണ്ടാവും, അതുപോലെ തന്നെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ഉണ്ടാവും. ഒരു വ്യക്തിക്ക് തന്നെ അങ്ങനെ കുറേ ഇൻകം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ഇൻകം ഉള്ള വ്യക്തി ഉണ്ടാവും. ആ വ്യക്തിയുടെ ഇൻകം ഫിനാൻസ് ആക്റ്റിൽ ലിമിറ്റ് പറയുന്നുണ്ട്. അതായത് ഇത്ര പരിധിയിൽ ടാക്സബിൾ ഇൻകം ഉള്ള ആൾ, അതായത് അയാളുടെ ഇൻകം മൊത്തം കൂട്ടിയിട്ട് ഇൻകം ടാക്സ് ആക്റ്റിൽ കുറേ ഡിഡക്ഷൻസ് അഥവാ കിഴിവുകൾ നമുക്ക് കിട്ടും. കുറേ കിഴിവുകൾ എന്ന് പറയുന്നത്. അപ്പം അതൊക്കെ കുറച്ചതിന് ശേഷം വരുന്ന അയാളുടെ ഒരു ഇൻകം ഉണ്ടാവുമല്ലോ, ആ ഇൻകം ഫിനാൻസ് ആക്റ്റിൽ പറയുന്ന ഒരു പരിധി ഉണ്ടാകും. മീൻസ് ചിലപ്പോൾ അത് 3 ലക്ഷം ആകാം. അപ്പം അങ്ങനെയുള്ള ഇൻകത്തിൻ്റെ പരിധിക്ക് മുകളിൽ വരുന്ന, അതായത് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥ ആ ഒരു പരിധി ഉണ്ടാവുമല്ലോ, ആ പരിധിക്ക് മുകളിൽ ടാക്സബിൾ ഇൻകം വരുന്ന, അതായത് അവരുടെ ഇൻകം വരുന്ന ആൾക്കാർ മാത്രമേ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഈ ടാക്സ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ വർഷത്തെ ടാക്സ് കൊടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം നമുക്കുണ്ടായിരിക്കുന്ന ഇൻകം ഉണ്ടാവുമല്ലോ, ആ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വർഷത്തെ ടാക്സ് കൊടുക്കുന്നത്. അപ്പം ഈ വർഷം ഉണ്ടായിട്ടുള്ള നമുക്കുടെ ഇൻകം ഉണ്ടാവുമല്ലോ, ആ ഇൻകം നമ്മൾ എപ്പോഴായിരിക്കും ആ ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ എപ്പോഴായിരിക്കും ടാക്സ് കൊടുക്കുന്നത്? അതെ, അടുത്ത വർഷമായിരിക്കും നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വർഷം ടാക്സ് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഇൻകം ടാക്സിൽ റേറ്റ് ഉണ്ട്. അതായത് ഓരോ വ്യക്തിക്കും റേറ്റ് വ്യത്യസ്തമാണ്. അപ്പം ഇങ്ങനെ റേറ്റ് തീരുമാനിക്കുന്നത് ഫിനാൻസ് ആക്റ്റിൽ ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, ഇപ്പം 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ ഇത്രയാണ് ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പം ആ റേറ്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻകത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കണക്കാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്ന ആ ഒരു പരിധിക്ക് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ ടാക്സ് കൊടുക്കണം. അതിൻ്റെ ആ ഒരു പരിധീൻ്റെ താഴെയാണെങ്കിലോ അയാൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം ഇത് കൂടുതലായിട്ട് ക്ലിയർ ആകും. ഇനി നമുക്ക് ഇൻകം ടാക്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകളെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ടാക്സ്? ഫസ്റ്റ് വൺ, ഇറ്റ്സ് എൻ ആനുവൽ ടാക്സ് ഓൺ ഇൻകം. ഒരാളുടെ ഇൻകത്തിൻ്റെ മുകളിൽ ആനുവൽ വർഷാവർഷം നമ്മൾ പേ ചെയ്യുന്ന ടാക്സ് ആണെന്ത്, ഇൻകം ടാക്സ്. നെക്സ്റ്റ്, ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ ടാക്സബിൾ ഇൻ ദ ഫോളോയിങ് ഇയർ ഓർ അസസ്മെൻറ്റ് ഇയർ. അതായത് ഇൻകം, കഴിഞ്ഞ വർഷത്തെ ഇൻകം ടാക്സ് ചെയ്യുന്നത് എപ്പോഴാണ്, അതിൽ കഴിഞ്ഞ വർഷത്തിനുള്ള ഇൻകത്തിൻ്റെ ടാക്സ് കൊടുക്കുന്നത് എപ്പോഴാണ്, ഈ വർഷമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ ഇയറിൽ അല്ലെങ്കിൽ ഈ അസസ്മെൻറ്റ് ഇയർ, ആ ടേം നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരും. ഓക്കെ, അപ്പം കഴിഞ്ഞ വർഷത്തെ ഇൻകത്തിന് നമ്മൾ എപ്പോഴാണ് ടാക്സ് കൊടുക്കുന്നത്, ഈ വർഷമാണ് ടാക്സ് കൊടുക്കുന്നത്.
നെക്സ്റ്റ്, ടാക്സ് റേറ്റ്സ് ആർ ഫിക്സഡ് ബൈ ദ ആനുവൽ ഫിനാൻസ് ആക്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഓരോരുത്തർക്കും റേറ്റ് എന്താ വ്യത്യസ്തമാണ്. അപ്പം ആ റേറ്റ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? ഓരോ വർഷവും പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ഫിനാൻസ് ആക്ട് ഉണ്ടാവുമല്ലോ, നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അതിലാണ് എന്ത് ചെയ്യുന്നത്? റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഫോർത്ത് പോയിൻറ്റ്, ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ എവറി പേഴ്സൺ ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 231 ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്റ്റിൽ സെക്ഷൻ 231 പ്രകാരം ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാരുടെ മുകളിലും എന്താ ടാക്സ് ചാർജ് ചെയ്യപ്പെടും. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻകം ടാക്സിൽ എന്താ എല്ലാ ഞാനോ നിങ്ങളോ ഉള്ള വ്യക്തികൾ മാത്രമല്ല പേഴ്സൺസ് എന്ന് പറയുന്നത്. അതിന് ഒരു പ്രത്യേക ഡെഫിനിഷൻ ഉണ്ട്. ഓക്കെ, ഇൻഡിവിജ്വൽസ് മാത്രമല്ല, എന്താ ഫേംസ്, അതുപോലെ തന്നെ എന്താ കമ്പനീസ്, അതൊക്കെ പേഴ്സൺസാണ്. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്, ടാക്സ് ഈസ് ചാർജ് ഓൺ ദ ടോട്ടൽ ഇൻകം ഓഫ് പേഴ്സൺ കമ്പ്യൂട്ടർ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് പ്രകാരം എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കണക്കാക്കും, അയാളുടെ മൊത്തത്തിലുള്ള വരുമാനം കണക്കിലാക്കും. അതിൽ നിന്ന് കുറേ ഞാൻ പറഞ്ഞില്ലേ ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന്, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ടോട്ടൽ ഇൻകം കണക്കാക്കും. അതിന് ശേഷം എന്താ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യും? ടാക്സ് ചാർജ് ചെയ്യും. At the last point, income tax is to be deducted at source or paid in advance as per the provisions of the act. അതായത് ഇൻകം ടാക്സ് ആക്റ്റിലെ പ്രൊവിഷൻസ് അനുസരിച്ച് ഇൻകം ടാക്സ് എന്ത് ചെയ്യും? അതിൻ്റെ സോഴ്സ് ഇൻകം ഉണ്ടാകുന്ന ആ സോഴ്സിൽ തന്നെ എന്ത് ചെയ്യും? ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പെയ്ഡ് ഇൻ അഡ്വാൻസ്, എന്താ മുന്നേ നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ആൻഡ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, അത് രണ്ടും എന്ത് ചെയ്യാൻ പറ്റും? ഇൻകം ടാക്സ് പ്രൊവിഷൻസിലുണ്ട്. അത് ഇൻകം ടാക്സിൻ്റെ കേസിൽ എന്താ ആപ്ലിക്കബിൾ ആണ്. അപ്പം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? ടാക്സ് എന്താണ് പഠിച്ചു, ഇൻകം ടാക്സ് എന്താണെന്ന് പഠിച്ചു, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും പഠിച്ചു. അതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ട് എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ഹിസ്റ്ററി നോക്കി, അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി. അപ്പം ഇത്രയൊക്കെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാൻ പോകുന്നത്. ഇനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.